ഹലോ, ഹാപ്പി ബർത്ത് ബൈ ഈഫറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആൽഫബറ്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്ന് അറിയാല്ലേ? എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 26 ആൽഫബറ്റ്സ് ആണ് നമുക്കുള്ളത്. ലെറ്റ്സ് സ്റ്റാർട്ട് ABC. നമ്മുടെ ABCD ആണല്ലോ നമ്മുടെ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്ക്രീനിൽ കാണുന്നവരാണ് നമ്മുടെ 26 ആൽഫബറ്റ്സ്. അപ്പൊ നമുക്ക് ഇവരെ ഓരോരുത്തരെ ആയിട്ട് എങ്ങനെയാണ് വായിക്കുന്നത്, ഇവരുടെയൊക്കെ പേരെന്താണ്, ഇവരെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ ഫസ്റ്റത്തെ ആളാണ് ആര്? ഇയാൾ ആരാണ്? ഇതാണ് A എന്ന് പറയുന്ന ആള്. അപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ ആൽഫബറ്റ്സിൽ ഫസ്റ്റത്തെ ആളാരാണ്? A ആണ്. അപ്പം 2 A ഉണ്ട്. വലിയ എയും ഉണ്ട്, ചെറിയ എയും ഉണ്ട്, ബിഗ് എയും ഉണ്ട്, സ്മോൾ എയും ഉണ്ട്. A4 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് A4? നമ്മൾ പഠിച്ചിട്ടില്ലേ? A4 ആപ്പിൾ. ആപ്പിളിന്റെ സ്പെല്ലിംഗ് എന്താണ്? APPLE ആണ് ആപ്പിൾ. അപ്പം A4 ആപ്പിൾ ആണ്. ഈ എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ A. നമുക്കിവിടെ എനെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ടൊരു വര വരയ്ക്കണം. അതിനുശേഷം ഇങ്ങോട്ട് ഒരു വര വരയ്ക്കണം. ദെൻ നമ്മൾ നടുക്കൂടെ ഒരു ലൈൻ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ A ആയി. എങ്ങനെയാണ് A എഴുതുന്നത്? ഫസ്റ്റ് ഇങ്ങോട്ടൊരു ലൈൻ, ദെൻ ഇങ്ങോട്ടൊരു ലൈൻ, പിന്നെയോ നടുക്കൂടി ഒരു ലൈനും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റത്തെ ആളെ കിട്ടി. ഫസ്റ്റത്തെ ആൾ ആരാന്ന് പറഞ്ഞു നമ്മള്? ഇയാളുടെ പേരാണ് A. അപ്പം നമ്മള് വലിയ ഏനെയാണല്ലേ പഠിച്ചത്. ഇനി രണ്ടാമത്തെ ആൾ ആരാണ്? ചെറിയ എ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? വലിയ എയും ഉണ്ട്, ചെറിയ എയും ഉണ്ട്. അപ്പം വലിയ എനെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ ആൾ ആരാണ്? ചെറിയ എ. അപ്പം ചെറിയ എനെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയ എ. ചെറിയ എനെ എങ്ങനെയാണ് എഴുതുന്നേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെറിയനെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നതാണ് ആര്? ചെറിയ. ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കണം കേട്ടോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ട് എഴുതുന്ന ആൾ ആരാണ്? ഇതാണ് ചെറിയ എ. അപ്പം നമ്മൾ രണ്ടുപേരെ പരിചയപ്പെട്ടു. എയിൽ തന്നെ വലിയ എയും ഉണ്ട്, ചെറിയ എയും ഉണ്ട്. അപ്പൊ വലിയ എ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ചെറിയ എയും എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിച്ചു. അതേപോലെ നമ്മൾ ഒരു വാക്കും കൂടെ പഠിച്ചിട്ടുണ്ട്. A4 ആപ്പിൾ. ആപ്പിളിന്റെ സ്പെല്ലിംഗ് എന്താണ്? APPLE ആണ് ആപ്പിളിന്റെ സ്പെല്ലിംഗ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ പരിചയപ്പെട്ടിടാലോ. രണ്ടാമത്തെ ആളാരാ? ഫസ്റ്റത്തെ ആള് നമ്മൾ പഠിച്ചു, എനെ പഠിച്ചു. ഇനി രണ്ടാമത്തെ ആളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. രണ്ടാമത്തെ ആളാരാ? B ആണല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് ബീനെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ B. ഇതെന്താണ്? ഇത് വലിയ B ആണല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എയിൽ 2 പേരുണ്ട്, വലിയ എയും ഉണ്ട്, ചെറിയ എയും ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്? ബിയിലും വലിയ ബിയും ഉണ്ട്, ചെറിയ ബിയും ഉണ്ട്. അപ്പൊ ഈ കാണുന്നത് ആരാണ്? ഇതാണ് നമ്മുടെ വലിയ ബി. ഇയാളാണ് നമ്മുടെ ചെറിയ ബി എന്ന് പറയുന്നത്. കണ്ടോ? ഇത് വലിയ ബിയും ഇത് ചെറിയ ബിയും. ഇനി B4 എന്താണ്? B4 ബാറ്റ്. BAT ആണ് എന്ത്? ബാറ്റ്. അപ്പൊ നമ്മൾ 2 വാക്ക് പഠിച്ചു. A4 എന്താ പഠിച്ചേ? A4 ആപ്പിൾ പഠിച്ചു. അതേപോലെ B4 എന്താണ്? ബാറ്റ്. ബാറ്റിന്റെ സ്പെല്ലിംഗ് എന്താണ്? BAT ആണ് ബാറ്റ്. ഇനി നമുക്ക് എങ്ങനെയാ B എഴുതുന്നതെന്ന് നോക്കാം. അപ്പം B എഴുതുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് എങ്ങോട്ടാ വരയ്ക്കേണ്ടേ? ഫസ്റ്റ് ഇവിടെ ഡോട്ട് ഇട്ടത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ ഫസ്റ്റ് ഇവിടുന്ന് താഴോട്ടൊരു ലൈൻ വരയ്ക്കണം. ഇവിടെ വരെയും വരച്ചു. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇവിടെ വരെയും വരച്ചു. ആദ്യമേ ഇവിടുന്ന് താഴോട്ടൊരു വര വരച്ചു. അതിനുശേഷമോ ഫസ്റ്റ് ലൈൻ അത് വരച്ചു. അതിനുശേഷം നമ്മൾ ഈ ജോയിനിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വര വരച്ചു. ഇപ്പം B ആയോ? ഇപ്പം B ആയിട്ടില്ല. B പൂർണ്ണമാണെങ്കിൽ നമുക്ക് ഒരു വരയും കൂടെ വരച്ചിട്ടുണ്ടെങ്കിലേ B പൂർണ്ണമാവത്തുള്ളൂ. അപ്പം ഇവിടെ എത്തി. ഇവിടുന്ന് ഒന്നുകൂടി ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴാണ് എന്ത്? നമ്മുടെ വലിയ B പൂർത്തിയാവത്തുള്ളൂ. മനസ്സിലായോ എങ്ങനെയാണെന്ന്? ആദ്യമേ നമ്മൾ ഇവിടുന്ന്
താഴോട്ടൊരു വര വരച്ചു. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് വരച്ച ലൈനിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം ഈ ലൈനിനെ ജോയിൻ ചെയ്ത് ഒരു വരയും കൂടെ വരച്ചപ്പോഴാണ് നമ്മുടെ എന്ത് പൂർത്തിയായത്? നമ്മുടെ വലിയ ബി പൂർത്തിയായത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് വലിയ ബി എഴുതുന്നത് എങ്ങനെയാന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും സ്വന്തമായിട്ടുള്ള നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ വലിയ ബീനെ പഠിച്ചു. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? വലിയ ബി ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ടെന്നാ പറഞ്ഞേ? ചെറിയ ബിയും ഉണ്ട്. അപ്പൊ ചെറിയ ബി എങ്ങനെയാ ഉള്ളത്? ഇതാണല്ലേ നമ്മുടെ ചെറിയ ബി. ചെറിയ ബി എങ്ങനെയാ എഴുതുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ നമുക്കൊന്ന് നോക്കാം ചെറിയ ബി എങ്ങനെയാണ് എഴുതുന്നത്. ചെറിയ ബി എഴുതാനായിട്ട് ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കണം. ഇതാണ് നമ്മുടെ ചെറിയ ബി. ഓക്കെ, ക്ലിയർ ആണോ? എങ്ങനെയാണ്? ഫസ്റ്റത്തേത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ലൈനും കൂടെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ചെറിയ ബി കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് 2 പേരെ പഠിച്ചു. 2 എയുടെ കാറ്റഗറിയിൽ വരുന്ന 2 പേരെ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? വലിയ എയും പഠിച്ചു, അതേപോലെ തന്നെ ചെറിയ എയും പഠിച്ചു. വലിയ എ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ പഠിച്ചു, ചെറിയ എ എങ്ങനെയാണ് എഴുതുന്നതെന്നും പഠിച്ചില്ലേ? അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ആരെയാ പഠിച്ചത്? രണ്ടാമത് എ കൂട്ടിയിട്ടുള്ള ഒരു വാക്ക് പഠിച്ചു. ഏതായിരുന്നു? ആപ്പിൾ. ആപ്പിളിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? APPLE ആണ് നമ്മുടെ ആപ്പിളിന്റെ സ്പെല്ലിംഗ്. A ഫോർ ആപ്പിൾ. പിന്നെ നമ്മൾ ഏത് ലെറ്ററാ പഠിച്ചത്? രണ്ടാമത്തെ ആളെ ആരെയാണ് പഠിച്ചത്? രണ്ടാമത്തെ ആളാണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. വലിയ ബീനെയും പഠിച്ചു, അതേപോലെ നമ്മൾ ചെറിയ ബീനെയും പഠിച്ചു. അപ്പം വലിയ ബി എങ്ങനെയാണ് എഴുതുന്നതെന്നും പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? രണ്ടാമത് ചെറിയ ബി എങ്ങനെയാണ് എഴുതുന്നതെന്നും പഠിച്ചു. പിന്നെയോ നമ്മൾ ബി വെച്ചിട്ടുള്ള ഒരു വാക്ക് പഠിച്ചില്ലേ? അതാണ് ബി ഫോർ എന്താണ്? ബാറ്റ്. ബി ഫോർ എന്താണെന്ന് പറഞ്ഞേ? ബാറ്റ്. ഇതാണ് നമ്മുടെ ബാറ്റ് അല്ലേ? ഇവിടെ പിക്ചർ കാണുന്നില്ലേ? ഇത് നമ്മുടെ ബാറ്റ്. ബാറ്റിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? BAT. ബി വെച്ചിട്ടുള്ള രണ്ടാമത്തെ വാക്കാണ് BAT. അപ്പോൾ നമ്മൾ 2 ലെറ്റേഴ്സ് ആണ് ഇന്ന് പഠിച്ചത്. എയും പഠിച്ചു, അതേപോലെ തന്നെ ബിയും പഠിച്ചു. എങ്ങനെയാണ് എ എഴുതുന്നതെന്നും പഠിച്ചു, അതേപോലെ ബി എങ്ങനെയാണ് എഴുതുന്നതെന്നും പഠിച്ചു. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ലെറ്റേഴ്സിനെ പരിചയപ്പെടാം. എങ്ങനെയാ എഴുതുന്നതെന്നും പഠിക്കാം, അതിനെ എങ്ങനെയാണ് വായിക്കുന്നതെന്നും പഠിക്കാം.